ഹലോ നമസ്കാരം. നിങ്ങൾ എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ വളരെ തകൃതിയായിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് ടുഡേസ് വീഡിയോ ഈസ് അബൌട്ട് ദി pen that you are writing, and that is before you write even a single word, this pen is going to decide some of your marks. So it has nothing to do that what you know. അപ്പോൾ പെൻ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെ മാർക്സിനെ പറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ICI is forcing you to use only one single color, that is black and not blue. And the real reason is very strange. Okay, so it has nothing to do with what you know or not. അല്ല, ഈ പേനയാണ് നിങ്ങളെ മാർക്സ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യണം, ബ്ലൂ എന്തുകൊണ്ട് യൂസ് ചെയ്യേണ്ട എന്നുള്ളത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ യു വിൽ നോ ദാറ്റ് വൈ ഇറ്റ് ഇസ്, ആൻഡ് the way you're going to write your answers will never be the same. So stay tuned to watch the video till the end. ഇവിടെ ഫസ്റ്റ് ക്ലൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ICI പറയുന്നത് ടു സ്റ്റോപ്പ് ചീറ്റിംഗ്, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ യൂണിഫോമിറ്റിയുടെ കാര്യം പറയുമ്പോൾ ബ്ലൂവിൽ എല്ലാവരും എഴുതിയാലും അത് യൂണിഫോം ആണ്, അതേപോലെ തന്നെ എല്ലാവരും ബ്ലാക്കിൽ എഴുതി കഴിഞ്ഞാലും അത് യൂണിഫോം ആണ്. അപ്പൊ ഇവിടെ യൂണിഫോമിറ്റി അല്ല, ഇവിടെ എന്തോ ആണ്. സോ സംതിങ് ബ്ലാക്ക് ദാറ്റ് യു വിൽ ഹോൾഡ് ഓൺ ടു, ഇറ്റ് മാറ്റേഴ്സ് ഫോർ ICI. അതെന്താണ് കാര്യം? ജസ്റ്റ് ഹോൾഡ് ഓൺ ടു ദാറ്റ് തോട്ട്. രണ്ടാമത്തെ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പേപ്പർ എഴുതി കഴിഞ്ഞാൽ അതൊരു ഫോട്ടോഗ്രാഫ് മാതിരിയായിരിക്കും. ദാറ്റ് മീൻസ് നോ സ്റ്റുഡന്റ് നോസ് ദ മൊമെന്റ് യുവർ ആൻസർ ബുക്ക് ലീവ്സ് ദി ഹാൾ. എഴുതിയതിനു ശേഷം ICI അതിനെ കബോർഡിൽ ലോക്ക് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കുമോ, ഡിജിറ്റൈസ് ചിലപ്പോൾ ചെയ്യുമായിരിക്കും അല്ലെ, അതിനൊരു ഇമേജ് ആക്കുമായിരിക്കും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും അയച്ച് എന്നിട്ട് അവിടെ നിന്ന് കറക്ഷൻ ചെയ്യുകയാണെങ്കിലോ നമുക്കറിയില്ല, അങ്ങനെയും സംഭവിക്കാം. സോ യുവർ പേപ്പർ ബിക്കംസ് എ ഫോട്ടോ, ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് പോകും. ക്ലൂ നമ്പർ 3 എന്നാണ്. ക്ലൂ നമ്പർ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എക്സാമിനർ ഇവിടെ തന്നെയായിരിക്കും അല്ലെ അവിടെ ആയിരിക്കും, ഈ പേപ്പർ അവിടെ കൊണ്ടുപോയിരിക്കും എന്നുള്ളതൊക്കെയാണ്. നോ. സോ എക്സാമിനർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല. പിക്ചർ എക്സാമിനർ ഞാൻ ഓണസ്റ്റ്ലി ഇമാജിൻ ഒരു ഡെസ്കിൽ ഇരുന്നിട്ട് ഈ ബുക്ക്ലെറ്റ് ഒക്കെ എടുത്തിട്ട് അല്ല അയാൾ റെഡ് പെന്നും ഈ പറഞ്ഞ ചായ ഒക്കെ കുടിച്ച് ഓരോന്നെല്ലാം നോക്കി പതുക്കെ കറക്റ്റ് ചെയ്യായിരിക്കുന്നത്. അങ്ങനെയൊന്നല്ല. ഇപ്പോൾ ICI ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ഇവാലുവേഷൻ സിസ്റ്റമാണ്. ICI ഒന്നും ടച്ച് ചെയ്യുന്നില്ല, പേപ്പർ ടച്ച് ചെയ്യലോ മറ്റേതോ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഡിജിറ്റൽ. അവർ ലോഗിൻ ചെയ്യും, സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യും, നിങ്ങൾ ഇമേജ് പോലത്തെ ഈ പറഞ്ഞ നിങ്ങളെ പേപ്പർ ആണ് അത് കാണുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ. അത് മേ ബി പോസിബിൾ thousands of kilometers away where your Saturn or Central Supervision Team എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സോ ദേ ഗ്രേഡ് ദിസ് ഫോട്ടോഗ്രാഫ്, നോട്ട് ദ പേപ്പർ. അപ്പം നമ്മൾ ഈ ഫോട്ടോഗ്രാഫ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന ഇമേജിന്റെ അകത്ത് എത്ര സ്പേസ് ഉണ്ട്, ഇത്രയല്ലേ കാണുന്നുള്ളൂ. ആ ഇമേജിന്റെ അകത്ത് എത്രയുണ്ട് കാണുന്നത്? വളരെ ലിമിറ്റഡ് അല്ലേ? അപ്പൊ ആ ലിമിറ്റഡ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുമായത്. സോ ബ്ലാക്ക് എന്തുകൊണ്ടാണ് ഫൈനലി മേക്കിംഗ് സെൻസ് ഇസ് ദാറ്റ് ഈ പറഞ്ഞ ഗ്രേഡ് ഫോട്ടോഗ്രാഫിന്റെ അകത്ത് ഈ ഇമേജ് ബ്ലൂ യൂസ് ചെയ്യരുത്, ഗ്രീൻ യൂസ് ചെയ്യരുത്, റെഡ് യൂസ് ചെയ്യരുത്. ബിക്കോസ് ദീസ് കളേഴ്സ് വിൽ ഡിഫറൻഷിയേറ്റ് ആസ് ലൈക്ക് യു ഹാവ് ചീറ്റഡ് സംതിങ്. പക്ഷെ ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കാൻ ചെയ്ത ഇമേജ് ഒരു സ്മഡ്ജും ഇല്ലാതെ ക്ലിയർ ആയിട്ട് ബോൾഡ് ആയിട്ട് അവിടെ കാണിക്കും. അപ്പൊ അത് ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് ആ ഇമേജ് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബ്ലൂ ആണെങ്കിൽ ഫെയിന്റ് ആവും. പിന്നെ സ്പെസിഫിക്കലി പറയുന്ന ബോൾ പോയിന്റ് പെന്നാണ്. അപ്പോൾ ഇങ്ക് ജെല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, അത് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ ബണ്ടിൽസിനെ എടുത്തിട്ട് സ്കാൻ ചെയ്യണം ഓരോ ഷീറ്റ്. അപ്പൊ അത് സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്മഡ്ജ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇഫ് യു യൂസ് എനി അതർ ഇങ്ക്. ക്ലൂ നമ്പർ 3 ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്. ദേ റീഡ് ദ സ്ക്രീൻ ആൻഡ് നോട്ട് ദ പേപ്പർ. അപ്പൊ ഇവിടെ വേറെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റും കൂടി ഉണ്ട്. ഞാനിപ്പോൾ ബ്ലാക്ക് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞില്ലേ. പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് റൂൾസ് യൂസ് ചെയ്യുന്നത് യൂസ് ബ്ലാക്ക്, ഡോണ്ട് യൂസ് റെഡ്, ഗ്രീൻ ആൻഡ് എനി ഹൈലൈറ്റർ. പിന്നെ കളേർഡ് അണ്ടർലൈനോ അങ്ങനെ പെൻസിൽ യൂസ് ചെയ്തിട്ടുന്നില്ല. പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്താൽ കാണുപോലും ഇല്ല. പെൻസിൽ വെച്ച് നിങ്ങളൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ അത് കാണൂല. പെൻസിൽ വെച്ചൊരു ഡയഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് നോക്കുക, ഒക്കെ കറക്റ്റ് ആക്കിയതിനു ശേഷം ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് അതിനെ കറക്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുക. റിമെമ്പർ ദാറ്റ്. സോ സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വേറെ എന്തെങ്കിലും കളർ യൂസ് ചെയ്ത് എന്തെങ്കിലും ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഫെയർ മീൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഫുൾ പേപ്പർ ചെക്ക് ചെയ്യാതെ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അഡ്മിറ്റ് കാർഡിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് ഇങ്ങനെ എന്തെങ്കിലും കളേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾ പേപ്പറിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ടേം ടു ബി ആൻ അൺഫെയർ മീൻസ്. ഓക്കെ, സോ സിറ്റ് വിത്ത് വാട്ട് ദേ മീൻ. യൂസ് ബ്ലാക്ക് പെൻ. പിന്നെ ഈ ബ്ലാക്ക് പെൻ നിങ്ങൾ എഴുതി എക്സാമിനറിന് വേണ്ടി എഴുതുവല്ല, ഇതൊരു സ്ക്രീനിന് വേണ്ടിയിട്ട് എഴുതുവാണ്. സോ ബ്ലാക്ക് പെൻ ഇസ് ഇറ്റ് ഓൺലി ഫോർ എ സ്കാനർ. ഈ പറഞ്ഞ പേപ്പേഴ്സിനെ കറക്റ്റ് ആയിട്ട് ലോങ് ടേം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് എക്സാം കറക്റ്റ് ചെയ്ത് നിങ്ങൾ റിസൾട്ട് കിട്ടുന്ന ആ സമയത്ത് വരെ ഇതിനെ പ്രോപ്പർലി റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്ലാക്ക് പെൻ യൂസ് ചെയ്യുന്നത്. ഓൺലി ദർ ഇസ് മില്യൺ ഓഫ് സ്ക്രിപ്റ്റ്സ് ദാറ്റ് വിൽ ലുക്ക് ഐഡന്റിക്കൽ ആൻഡ് ഈ പറഞ്ഞ എക്സാമിനർ ഈ സ്കാൻ ചെയ്ത പേപ്പേഴ്സിനകത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അത് ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് കാണും. സോ ദേ ക്യാൻ കീപ് യുവർ പേപ്പർ aside. So don't do any of such things. Use only black. Okay. So even though you are not making it deliberately, but because ഞാൻ എഴുതിക്കൊണ്ട കാലം I was using blue pen, never touched black pen. And then suddenly when I went through this admit card, in every attempt or every year, this admit card instructions ചിലപ്പോൾ ചേഞ്ച് ചെയ്യും.
ഇവരെപ്പോൾ ഡിജിറ്റൈസ് ചെയ്ത് അതിന് എന്ത് മീൻസ് യൂസ് ചെയ്ത് നമുക്കൊന്നും അറിയില്ല. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. അതിനകത്ത് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സ്റ്റേപ്പിൾ ചെയ്യാൻ പാടില്ല, പറഞ്ഞതിലൊക്കെ കാര്യം ഉണ്ടാവും. ബിക്കോസ് നമ്മൾ എഴുതിയ പേപ്പർ സ്കാൻ ചെയ്തിട്ടാണ് പിന്നെ എക്സാമിനറിന്റെ അടുത്ത് എത്തുന്നത്. അല്ലാതെ അപ്പൊ എന്തിനാ ഈ സ്കാൻ ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഒരു ഔട്ട്ലുക്ക് വായിച്ചപ്പോൾ, ഇൻസ്ട്രക്ഷൻസ് വായിച്ചപ്പം തോന്നിയത്, ശരിക്ക് ഇപ്പൊ RTI ആക്ട് പ്രകാരം ഇപ്പം ഇഫ് സ്റ്റുഡന്റ് വാണ്ട്സ് ടു ആസ്ക് ഫോർ ഹിസ് പേപ്പർ, ഹിസ് കറക്റ്റഡ് പേപ്പർ, അത് നിങ്ങൾക്ക് ഇമെയിലിലേക്ക് കറക്റ്റ് ആയിട്ട് അവർ അയച്ചു തരും. എങ്ങനെയായിരുന്നു മാർക്കിംഗ് ചെയ്തത്, ജസ്റ്റ് ഫീ യു ഹാവ് ടു പേ ആൻഡ് ദേ വിൽ സെൻഡ് യു. അപ്പൊ ഓക്കെ, ആ ഒരു മീൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഇങ്ങനെ സ്കാനിങ് ചെയ്തത് എന്നായിരുന്നു ഞാൻ എന്റെ കാലത്തിനോ വിചാരിച്ചത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഈ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അല്ല, ഇവിടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അത് മാത്രമല്ല, പ്ലസ് ദി കറക്ഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ് ദാറ്റ് വേ. അല്ലാതെ ഈ പേപ്പർ എടുത്തുകൊണ്ട് പോയി കറക്റ്റ് ചെയ്യലും, അല്ലെങ്കിൽ ടീച്ചർ പണ്ട് സ്കൂളിലേക്ക് പോയി കറക്ഷൻ, അല്ലെങ്കിൽ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയി കറക്ഷൻ ചെയ്യലും, അമ്മാതിരി പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ഒരു സെൻട്രൽ സൂപ്പർവിഷൻ ടീം ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തിരുന്ന് അവർക്ക് ഡിജിറ്റൈസ് പേപ്പറാണ്, അവരവിടെ വെച്ച് കറക്റ്റ് ചെയ്യുന്നു, അതിനകത്താണ് മാർക്സ്. ഈ പേപ്പറിനകത്ത് ഞാൻ മാർക്സ് ഉണ്ട്, അതിപ്പോൾ നല്ല സ്പേസ് വിട്ടിട്ട് എഴുതണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ ചിലപ്പം ലൈവ് ചെയ്ത വീഡിയോയിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് ഫോളോ ദാറ്റ്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഈ മിസ്റ്ററി സോൾവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, if you put all the clues together, so you are never writing for an examiner who is sitting at a desk and correcting it. You are writing for a scanner, that is for a screen. ഒരു സ്ക്രീനിൽ മെൻഷൻ ആയിട്ട് വരും നിങ്ങൾ എന്തൊക്കെയായിരുന്നു ആൻസർ എന്നുള്ളത്. ഒരു ഫേസ്ലെസ് അനോണിമസ് ആയ സ്ക്രിപ്റ്റ് ആണ് പിന്നെ നിങ്ങൾ ഐഡന്റിക്കൽ ആയ ആൻസർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിനകത്ത് ഈ കീവേഡ്സ് കാരണം മറ്റേത് കാണണം. പിന്നെ ഈ ബ്ലാക്ക് പെൻ ഇസ് എ സിംഗിൾ തിങ് ദാറ്റ് വിൽ സർവൈവ് യുവർ എൻറ്റയർ ജേർണി. ബിക്കോസ് ബ്ലാക്ക് പെനിലൂടെ നിങ്ങൾ എഴുതുക മാത്രമല്ല ചെയ്യുന്നത്, പ്ലസ് നിങ്ങൾ ചെയ്ത ഡയഗ്രാം, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത കീവേഡ്സ് എല്ലാം നിങ്ങൾ ഈ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ കൈനെ കൊണ്ട് എഴുതിയത് ഒരു മെഷീനാണ് അതിനെ സ്കാൻ ചെയ്ത് അവിടെ വെക്കുന്നത്. മോണിറ്റർ ചെയ്യുന്ന ഒരു എക്സാമിനർ ഈ സിറ്റിംഗ് thousands of kilometers away, and which you have never met and you will never will. So black is the only ink that makes your paper reach the examiner without fading, and that's it, and that's the only whole secret. Okay, so you are writing for a screen and not for a person, remember that. അപ്പം ഒരു സ്ക്രീനിലേക്ക് വരുന്ന ഇമേജ് എത്രയായിരിക്കും നിങ്ങൾ കാണുക ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ? യെസ്, ഇപ്പൊ ഇത് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഹൗ ലെജിബിൾ ദിസ് ഷുഡ് ബി യൂസിങ് യുവർ ബ്ലാക്ക് പെൻ. ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടോ ക്ലിയറൻസിന് വേണ്ടിയിട്ടോ മാത്രമല്ല, അത് വളരെ ലെജിബിൾ ആയി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇവിടുന്ന് ഇവിടം വരെയുള്ള സ്പേസ് നിങ്ങൾ ഓൾമോസ്റ്റ് വിട്ടിട്ട് എഴുതുക, ഇവിടുന്ന് കുറച്ച് വിടാം. ആൻഡ് ഈ പറഞ്ഞ അപ്പൊ ഇവിടെ ലൈൻ ഡ്രോ ചെയ്തിട്ട് വലിയ പരിപാടിയൊന്നും ചെയ്യേണ്ട, വേണമെങ്കിൽ ഇവിടെ മാത്രം ലൈൻ ഡ്രോ ചെയ്യുക. ഈ പറഞ്ഞ ആൻസറിൽ ഈ സ്പേസിൽ മാത്രമായിട്ട് ആൻസർ വെർട്ടിക്കലി എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ മേലെ എഴുതുക. ഇതൊക്കെ ഞാൻ ലൈവ് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് സോ ദാറ്റ് ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്ന മാർക്സ്, യു ഷുഡ് നോട്ട് ലൂസ് എനി മാർക്സ് ഓവർ ദെയർ. സോ ദിസ് ഇസ് വേർ ഞാൻ പറഞ്ഞത്, ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഈ ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ പേപ്പർ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഈ സ്ക്രീനാണ് ഇത്രയാണ്, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ആൻഡ് ദിസ് ഈസ് ആൻ ഐ ഓപ്പണർ, ഐ ബിലീവ്. ഞാൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽ ICAI ഇൻസ്ട്രക്ഷൻ ആണ്. ജസ്റ്റ് ഐ ഹാവ് കോപ്പി പേസ്റ്റഡ് ഇറ്റ് and everything has been mentioned as using black point pen. The answers they are scanning, it is used as a digitized process for evaluation, and consequences of using blue pen എന്താണ്, പിന്നെ വേറെ ഏതെങ്കിലും ഡിസ്റ്റിങ്വിഷ് മീൻസ് യൂസ് ചെയ്തത്, ഇതൊക്കെ ICAIയുടെ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തതാണ്. ആൻഡ് ദിസ് ഇസ് ഹൗ ദേ ആർ യൂസിങ് ഇറ്റ് ഫോർ the correction. And using of pencil is only restricted to graphs and diagrams. Diagram varichu kaniyalu, means if the pencil quality is not good, you can use black pen over there in that case. Okay, idinte taale njan answer sheet inde specimen oru all India ranker the answer sheet aanadu, and you can see how legibly he has written. Handwriting inde quality o bhangiyo ella matter cheyyunnathu, how the question number he has quoted on the top, and he is leaving ample of lines in between, and he has used a black pen, he is underlining his keywords, he is putting in bracket the standards because they are auditing the paper on. So see, incorrect, correct, adana correct ആയിട്ട് underline ചെയ്തു, അത് stress ചെയ്യാണ്. And wherever there is an underline, the examiner would stress on that part, and then green il കാണുന്നുണ്ട് left side that he has the student has not written, that is the marks that has been given. So ഇങ്ങനെയാണ് ആൻസർ. എത്ര ഒരു 2 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ സി
the amount of line that you're leaving and the line that you're writing. Okay, so incorrect answer and that he is putting up his matters over there. ഓരോ അക്ഷരത്തിന്റെ ഇടയിലും വരുന്ന ഗ്യാപ്പും ശ്രദ്ധിക്കണം. that is what is legible. ഓക്കെ, അതിലൂടെ പോകുന്ന നേരം ഓക്കെ ഇറ്റ്സ് 2 മാർക്കിന്റെ ആണ്. ഇത്ര സ്കാറ്റേഡ് ആയി എഴുതുമ്പോഴാണ് ഓക്കെ അത് കറക്റ്റ് ആയിട്ട്, ബിക്കോസ് സ്ക്രീനിൽ വായിക്കുമ്പോൾ കൺജസ്റ്റഡ് എഴുതിയാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. സോ ആസ് ഐ സെഡ്. So friends, if there are a lot of CA students who are going for the CA exams, please do share it with your friends so that they take care of their writing, the manner of writing, the ball pen that they are using for writing the exam. It should be black pen. So share it with maximum friends so that they are ready and they would succeed this time. Thanks a lot for watching the video till here. Till that, Amit, it's signing off. Stay consistent, stay growing. Thanks a lot for watching this video.